ഹലോ, ഒരു കാര്യം ചോദിക്കാൻ വന്നതാണ്. നമ്മളിപ്പോൾ ഒത്തിരി ഇങ്ങനെ കുട്ടികൾ സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞ് പീഡിപ്പിക്കപ്പെട്ട് മരിക്കുന്നു എന്ന് കേൾക്കുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ കുട്ടി മരിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം 100% ആ കുട്ടിയെ പീഡിപ്പിച്ച ആൾക്കാണ്? ഒബ്വിയസ്ലി പീഡിപ്പിച്ച ആൾ തെറ്റുകാരനല്ല എന്നല്ല പറയണേ. ഒരാൾക്കും വേറൊരാളെ ഒരു തരത്തിലും ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കാൻ ആർക്കും അധികാരമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 20% തെറ്റ് ആ കുട്ടിയുടെ ഫാമിലിയുടെ കയ്യിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ മരിച്ച കുട്ടികളുടെ ലാസ്റ്റ് ആ ടൈമിലുള്ള വോയിസ് നോട്ട്സൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ വീട്ടുകാരുടെ അടുത്ത് പറയുന്നുണ്ട്. അതായത് എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് ആ കുട്ടികൾ പറയുന്നുണ്ട്. പക്ഷേ ആ വീട്ടുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ ഒന്ന് പിടിച്ച് നിൽക്കാൻ നോക്ക്, ഇങ്ങനെയൊക്കെയാണ് കുടുംബജീവിതം എന്നായിരിക്കും പറയും. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ എനിക്ക് നോർമലി ആൾക്കാർ ഫാമിലി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിവാഹ ജീവിതം ആകുമ്പോൾ കുറച്ച് സഹിക്കും, പെണ്ണുങ്ങളാകുമ്പോൾ കുറച്ച് സഹിക്കും ക്ഷമിക്കുകയൊക്കെ വേണം. പിന്നെ ഇപ്പം നമ്മൾ പറയണ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നൊരു കാര്യമാണ് നാട്ടുകാരെന്ത് പറയും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കൂടപ്പറപ്പുകളുണ്ടെങ്കിൽ പറയും, നീ ഇങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ കൂടപ്പറപ്പിന് ഒരു നല്ല കാര്യം വരുമോ ഇത് പറയും. പിന്നെ ഒരു കാര്യം പറയും, ഇതെല്ലാം മാറും ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതാണ് നമ്മൾ സാധാരണ കേൾക്കുന്ന, എൻ്റെ ഒരു ഇതിൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ, അപ്പം നമ്മൾ ഈ 4 കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഈ നാട്ടുകാർ എന്ന് പറയുന്നവർ അവർക്ക് ഇന്നൊരു കാര്യം കിട്ടും, നാളെ വേറൊരു കാര്യം കിട്ടും. അവർ നമ്മുടെ കാര്യം അന്വേഷിക്കാൻ നടക്കുമൊന്നുമല്ല, അല്ലെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് നമ്മളെ നന്നാക്കാൻ നടക്കുമൊന്നുമല്ല. പിന്നെ ക്ഷമിക്കുക, സഹിക്കുക എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് അതെന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ സഹനത്തിൻ്റെ ക്ഷമയുടെ ഒന്നും ആവശ്യമില്ല. അതവിടെ തീർന്നു. കാരണം അവിടെ ക്ഷമിച്ചിട്ടും സഹിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. പിന്നെ കുട്ടികളുണ്ടാവുക എന്ന് പറയുന്നത്, ഒരു പ്രശ്നത്തിൻ്റെ മീതെ വേറൊരു പ്രശ്നം കൊണ്ടുവയ്ക്കലാണ് കൊച്ചുണ്ടാവുക എന്ന് പറയുന്നത്. ഒരു പ്രശ്നം സോൾവ് ആവാണ്ട്, ഉള്ള പ്രശ്നം സോൾവ് ആവാണ്ട് ഒരു കൊച്ചുണ്ടായിട്ട് പ്രശ്നം സോൾവ് ആവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഫ്യൂച്ചറിൽ അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ ഈ പ്രശ്നം സോൾവ് ആവുമെന്ന് വിചാരിക്കുന്നത് ശുദ്ധ മണ്ടത്തരാണ്. പിന്നെ കൂടപ്പറപ്പുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കല്യാണത്തിന് മുന്നേ അതൊക്കെ നമ്മുടെ വലിയ സപ്പോർട്ടായിട്ട് നിൽക്കുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും അവരുടെ സ്വന്തം ജീവിതമായി, പിന്നെ അവർ ഫുൾ ടൈം നമ്മുടെ കാര്യം നോക്കിയേക്കാൻ വരില്ല. നമുക്കേ അറിയുള്ളൂ നമ്മൾ എന്ത് ബുദ്ധിമുട്ടിക്കൂടെ കടന്നു പോകണമെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക, ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്നുള്ളത്. പറ്റിയില്ലേ, നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കുക എന്ന് പറയുന്നത് ഒരിക്കലും മരണമല്ല. എത്രയോ ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വെറുതെ എവിടെയോ കിടന്ന് ഒരുത്തിന് വേണ്ടി, നിങ്ങളുടെ ഒരു 10-21 വയസ്സ് വരെ അവൻ അറിയ പോലും ഉണ്ടാവില്ല, അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഒരിക്കലും ജീവിതം കളയാൻ നോക്കരുത്. നിങ്ങൾ ഒരു വഴി കണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. ഓക്കെ.